കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം. അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ബിന്ദു മരിക്കാനിടയായതെന്ന് കുടുംബം ആവർത്തിക്കുന്നു. വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ വൈകിട്ട് ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ മന്ത്രി വാസവൻ കുടുംബത്തിന് അടിയന്തര സഹായം കൈമാറി. രക്ഷാപ്രവർത്തനം വൈകിയെന്ന പ്രചാരണം തെറ്റെന്ന് പ്രതികരിച്ചു. അതിദാരുണമായ മരണമാണ് ബിന്ദുവിനുണ്ടായതെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തു വന്നു. വാരിയല്ലുകൾ പൂർണ്ണമായും ഒടിഞ്ഞു. ശ്വാസകോശം, ഹൃദയം, കരൾ ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായ ക്ഷതമേറ്റെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. രക്ഷാപ്രവർത്തനം വൈകിയെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ബിന്ദുവിന്റെ കുടുംബം ഇനി ആർക്കും ഈ ഗതികേട് ഉണ്ടാവരുതെന്ന് അഭ്യർത്ഥിച്ചു. ജീവൻ രക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്നേരം അവര് ഒന്നുമില്ലെന്നും പറഞ്ഞ് നിൽക്കുക. അതിന്റെ അടിയിൽ ആരും പോയിട്ടില്ലെന്ന് തീർച്ചയായും അത് തന്നെ അങ്ങനെ ആയെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റില്ലാന്ന് വരുത്തണമല്ലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. മന്ത്രിമാരും മെഡിക്കൽ കോളേജ് അധികൃതരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ലെന്ന വിമർശനം ശക്തമായതിന് പിന്നാലെ വൈകിട്ട് മന്ത്രി VN വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി. അടിയന്തര സഹായമായി 50,000 രൂപ കൈമാറി. ബിന്ദുവിന്റെ മകളുടെ ചികിത്സയും ഉറപ്പാക്കും. മകന് ജോലി നൽകും. സർക്കാർ ഒപ്പമുണ്ടെന്നും മന്ത്രി ഉറപ്പ് നൽകി. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചെലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ഇതിനിടെ മന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു. മന്ത്രി നാളെ ബിന്ദുവിന്റെ വീട് സന്ദർശിക്കും. കുടുംബത്തിന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമുണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അപകടം സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് കലക്ടർ സർക്കാരിന് സമർപ്പിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം സർക്കാരിനെ ഏൽപ്പിച്ച കളങ്കം ചെറുതല്ല. സൂപ്രണ്ട് മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിച്ചതായി സർക്കാർ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ വകുപ്പ് തല നടപടികൾക്കും സാധ്യതയുണ്ട്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ.